വൈൽഡ് കാർഡായിട്ട് വന്ന പ്രവീണെ പുറത്താക്കിയിരിക്കുകയാണ്. മറ്റ് മത്സരാർത്ഥികളെല്ലാവരും ചേർന്ന് പ്രവീണിട്ടാണ് ഇന്ന് മോർണിംഗ് ടാസ്കിലെ പണിയും കൊടുത്തത്. പ്രവീണ് ഇനി ഇന്നത്തേന് പണിപ്പുരയിൽ കയറാൻ കഴിയില്ല. പണിപ്പുരയുടെ പുറത്തുനിന്ന് മാത്രമേ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് വീട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇന്നത്തെ മോർണിംഗ് ടാസ്കിലെ 4ാമത്തെ റൗണ്ടിൽ ബിഗ് ബോസ് കൊടുത്ത വിഷയം എന്ന് പറയുന്നത് ശുചിത്വമാണ്. അപ്പോൾ ശുചിത്വം എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി വീട്ടുകാരെ എല്ലാവരും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ റാങ്കിങ് ഇതാണ്. ആദ്യം അനീഷ്, ജിസേൽ, ബിന്നി, ആദില, ശൈത്യ, നൂറ, ശരത്ത്, അനു, ആര്യൻ, അഭിലാഷ്, ഷാനവാസ്, റെന, ഒനീൽ, രേണു, അക്ബർ, നിവിൻ. ഈ ഓർഡറിലാണ് അവർ ഏറ്റവും ശുചിത്വമുള്ളത് മുതൽ തീരെ ശുചിത്വമില്ലാത്തവർ വരെയായിട്ട് അവർ റാങ്ക് ചെയ്തിരിക്കുന്നത്. അവർ ആലോചിച്ചപ്പോൾ പറയുന്നുണ്ട് രേണുവിനാണ് ഏറ്റവും വൃത്തി കുറവുള്ളത്. പക്ഷേ രേണുവിനെ ഏറ്റവും പുറകിലിട്ട് അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് രേണുവിനെ ഏറ്റവും പുറകിലിടണ്ട, തൊട്ട് ബാക്കിലിടാം എന്നൊക്കെ പറഞ്ഞാണ് രേണുവിനെ ഏറ്റവും തേർഡ് ലാസ്റ്റ് ഒക്കെ ഇട്ടത്, ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരുടെയും മുൻപിൽ പറയുന്നു ബിഗ് ബോസ് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നു. പക്ഷേ മത്സരാർത്ഥികളെല്ലാം കൃത്യമായിട്ട് തന്നെ ഗസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ശുചിത്വം തന്നെ ചൂസ് ചെയ്തു. എന്തായാലും അങ്ങനെ വൈൽഡ് കാർഡുകൾ തോറ്റു മത്സരാർത്ഥികൾ ജയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരാർത്ഥികൾ തിരിച്ച് വൈൽഡ് കാർഡുകൾക്കൊരു മറുപടി കൊടുക്കണം. അതായത് പണിപ്പുരയിൽ കയറാൻ പ്രവേശിക്കാൻ ഒരാളെ കൂടി സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തത് പ്രവീണയാണ്. ആദ്യത്തെ റൗണ്ടിൽ മസ്താനീനെ സെലക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പ്രവീണെ സെലക്ട് ചെയ്തു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഇന്ന് പണിപ്പുരയിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ അവസാനത്തെ ടാസ്ക് നടക്കാൻ പോവുകയാണ്. അതായത് അവസാനത്തെ റൗണ്ട്. അതിൽ ആർക്കാണ് പണി കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും. വൈൽഡ് കാർഡുകൾ ജയിക്കുമോ മത്സരാർത്ഥികൾ ജയിക്കുമോ? ആരായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.